മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി അഹാന കൃഷ്ണ. അതിലൊരു തർക്കവുമില്ല. ഓസിയുടെ ബേബി ഷവർ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അഹാനയോടും ഓസിയോടും ഇഷാനിയോടും ഹൻസികയോടുമൊക്കെ നിരവധി കാര്യങ്ങൾ ചോദിച്ചെത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം തന്നെയാണ് ചേച്ചി നിൽക്കെ അനിയത്തി വിവാഹം കഴിച്ച് ഗർഭിണിയായത് മോശമാണ് എന്ന് അഹാനയോട് പലരും കളിയാക്കി പറയുന്നുണ്ടെങ്കിലും അഹാന ഇതിനെ വളരെ രസകരമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അഹാനയുടെ വീട്ടിലെ ഫംഗ്ഷനുകൾക്കെല്ലാം തന്നെ അഹാനയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിമിഷ കൂടെ കാണാറുണ്ട്. ഇപ്പോൾ നിമിഷും അഹാനെ തമ്മിൽ പ്രണയത്തിലാണെന്ന് പോലും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ നിമിഷ് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ദിയയുടെ ബേബി ഷവറിലെ കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ബേബി ഷവർ അന്ന് നടത്തേണ്ടതായിരുന്നു എന്ന് ആഹാന പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. ഇതിനൊക്കെയുള്ള മറുപടികൾ തന്നെയാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം. മൂത്താളുടെ വിവാഹം കഴിയാതെ രണ്ടാമത്തെ ആളുടെ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെ പറയണം. ഞാൻ മനസ്സ് വച്ചിരുന്നതിൽ എൻ്റെ ബേബി ഷവർ ആയേനെ അന്ന് അഹാന എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒന്നും പറയാതെയാണ് നിമിഷ് കൂടെ നിൽക്കുന്നത്. അഹാന വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അഹാനയുടെ ബേബി ഷവർ ആയേനെ, അതിലൊരു തർക്കവുമില്ല, ഞങ്ങളും അത് സമ്മതിക്കുന്നു. പിന്നെ എന്തു പറ്റി അഹാനയ്ക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. എന്നാൽ അഹാന അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. അഹാന നിമിഷിനെ നോക്കി ചിരിക്കുകയാണ് ചെയ്തതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അഹാന നിമിഷ് നല്ല സുഹൃത്തുക്കളാണെന്നാണ് താരം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലായി ഇതുവരെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പ്രേക്ഷകരുടെ ആഗ്രഹമാണ് പ്രേക്ഷകരും പറയുന്നത്. നിമിഷ് സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ തിരക്കിട്ട ഒരു വ്യക്തി തന്നെയാണ്. ഇത് ചർച്ചാ വിഷയമായി തന്നെ മാറുന്നുമുണ്ട്. പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുമുണ്ട്. വർഷത്തിൽ എത്ര സിനിമ നമ്പറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താരമെന്നും പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നതിലൊരു താല്പര്യമില്ല എന്നും അഹാന മുൻപൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറയണം. അഹാനയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കുറേ കാലമായി അഹാനയുടെ വിവാഹം എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. വിവാഹം തികച്ചും അവരുടെ ചോയ്സ് ആണെന്ന നിലപാടാണ് മാതാപിതാക്കൾക്കുള്ളതെന്നറിയാം. കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും അങ്ങനെ തന്നെയാണ്. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് അധികം സംസാരിക്കാത്തവരുമാണ്. മൂത്താളുടെ വിവാഹം കഴിയാതെ രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ചതൊന്നും അവർക്കൊരു വിഷയമേ അല്ല എന്ന് വേണം പറയാൻ. ഇതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ എന്ന നിലപാടാണ്. അഹാനയും കല്യാണത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടികൾ നൽകുന്നില്ല. ഇത്ര വയസ്സിൽ വിവാഹം എന്നുള്ള പ്ലാനൊന്നുമില്ല. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളുമെന്നാണ് പറയുന്നത്. തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമാത്രമാണ് ചിത്രങ്ങൾ പങ്കിടാറുള്ളത്. അതിലൊരു വരി പങ്കിട്ടപ്പോൾ തെറ്റായിപ്പോയി. തെറ്റായ ലിറിക്സ് പങ്കുവച്ചതിൻ്റെ പേരിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ കളിയാക്കി. എന്നാൽ അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അഹാന പറയുന്നുണ്ട്. നിമിഷമായി പങ്കുവച്ച ചിത്രത്തിലാണ് ചെറിയ അബദ്ധം പറ്റിയതെന്നും അഹാന പറയുന്നുണ്ട്. അഹാന അത് പറഞ്ഞതിന് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുണ്ട് വാക്കുകൾ. ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ബേബി ഷവർ ആയേനെ, അതിന് പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരവധിയുണ്ട്. മാച്ചിങ് ഡ്രസ്സിലായിരുന്നു ഇരുവരും എപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ടാണ് പ്രേക്ഷകർ കൂടുതലും ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.